ഇനി ഈ പറയുന്ന സ്പോൺസറുടെ കമ്പനി, ഞാൻ പറഞ്ഞല്ലോ 2-3 വർഷമായിട്ടുള്ള കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിക്കെതിരെ എന്താണ് കേന്ദ്ര സർക്കാരിന് പരാതി പോയ വാർത്ത നമ്മൾ ഓർക്കുന്നുണ്ടോ? അത്തരം പരാതികളെക്കുറിച്ചൊരു BJP നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഓർക്കുന്നുണ്ടല്ലോ. RBIയുടെ സാങ്ഷൻ കിട്ടണവർക്ക് ഇത്രയും $15 മില്യൺ കൊടുക്കേണ്ടത്, ടോട്ടൽ തുക പല ഘട്ടങ്ങളിലായി $15 മില്യൺ. അപ്പോൾ ഇത്രയും തുക ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനി അതവിടെ റിസീവ് ചെയ്യാൻ വേറൊരു ഏജൻസി ഉണ്ട്. അതായത് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷന് വേണ്ടി പണം റിസീവ് ചെയ്യാൻ വേറെ ഏജൻസിയാണ്, അവർ നേരിട്ട് വാങ്ങുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എത്രമാത്രം ഹർഡിൽസ് ഉള്ള അല്ലെങ്കിൽ എത്രമാത്രം കടമ്പകളിലൂടെ കടന്നു പോകുന്നൊരു പ്രൊസീജിയറാണെന്നുള്ളത്. അപ്പോൾ ഈ പണം അയക്കാൻ RBIയുടെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ പണം അയക്കാൻ സാങ്ഷന് വേണ്ടി RBI സമീപിക്കുമ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് RBI വീണ്ടും പരിശോധിക്കും. ഈ കമ്പനിയുടെ ക്യാപിറ്റൽ എവിടെ നിന്നാണ്? ഈ 3 വർഷം കൊണ്ട് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അവരുടെ ഇപ്പോഴത്തെ ആസ്തി എത്രയാണ്, അതിൻ്റെ സ്രോതസ് എവിടെയാണ്, ഇതൊക്കെ RBI പരിശോധിക്കും. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊടുക്കേണ്ട റിപ്പോർട്ടും കൊടുക്കണം, ഈ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരവും കൊടുക്കണം. എന്നാലേ RBI പണം അയക്കാൻ സമ്മതിക്കൂ. അപ്പോൾ സ്പോൺസർ എന്താണ് പറയുന്നത്? RBIയുടെ ഡേറ്റ് കിട്ടാതെ പണം അയക്കാൻ കഴിയില്ല. മന്ത്രി എന്താ പറയുന്നത്? പണം അയക്കാതെ അവർ ഡേറ്റ് തരില്ല. ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി പറയുന്നത് ഇത് വളരെ ഈസിയാണ്. രണ്ടുപേരുടെയും പ്രസ്താവന വായിച്ചു നോക്കി മനസ്സിലാവും ഇത് നടക്കാൻ പോകും. ജോഷി ചതിച്ചാശാനി എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇത് നടക്കാൻ പോകുന്നില്ല. ഞാൻ നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം ഇത്തരം സ്പോർട്സ് ഇവൻറ്റുകളൊക്കെ 4-5 വർഷം മുമ്പ് വരെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും ബ്രോഡ്കാസ്റ്റിംഗ് ലെവലിൽ. ഇപ്പോൾ ഒരു ഇവൻ്റിൻ്റെ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഒരു ഫുട്ബോൾ മത്സരം തന്നെ അവിടെ കാണികൾ വന്ന് സ്റ്റേഡിയത്തിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ടെലിവിഷനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് വലിയൊരു ബിസിനസ്സാണ്. അതുപോലും അത്തരം ഇവൻറ്റ്സ് പോലും 5 വർഷം മുമ്പേ പ്ലാൻ ചെയ്യുന്നു ഈ സ്പോർട്സ് ടെലിവിഷൻ ചാനലുകൾ. 5 വർഷം മുമ്പ് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് നടക്കുകയാണ്. വേൾഡ് കപ്പിൻ്റെ ചില ഏരിയകളിലെ സംപ്രേഷണാവകാശമുള്ള ടെലിവിഷൻ ചാനൽ 5 വർഷം മുമ്പ് അതിൻ്റെ പ്ലാനിങ് തുടങ്ങും. അവരെ ക്രൂ പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അവർക്ക് താമസിക്കാനുള്ള ഹോട്ടൽ എടുക്കുക, ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അതെടുക്കുക, ഇതെല്ലാം 4-5 വർഷം മുമ്പ് ചെയ്യുന്ന അതാണ് ഈ ഒക്ടോബറിൽ നടക്കുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഈ പരിപാടിക്ക് വേണ്ടി ഇപ്പോൾ വന്നിരുന്നിട്ട് മെസ്സി വരും എന്ന് പ്രസ്താവന നൽകുന്നൊരു മന്ത്രി ആളുകൾ കളിപ്പിക്കുകയാണത്. അത് തുറന്നു പറയാം അവർക്ക്. നമ്മൾ ശ്രമിച്ചു അതിലെന്താണ് കുഴപ്പം? ഇപ്പോൾ സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ്. മെസ്സിയോടും അർജന്റീനയോടുള്ള സ്നേഹം കൊണ്ടും കേരളത്തിലെ ഫുട്ബോൾ പ്രേമിയോടുള്ള ഐക്യദാർഢ്യം കൊണ്ടും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്താണ്. നമ്മൾ ശ്രമിച്ചു, നടന്നില്ല എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പറയുന്നതിന് എന്താ കുഴപ്പം? ഞങ്ങൾ ആരോടാണ് സംസാരിച്ചത്, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇത് സർക്കാർ പറയുന്നതിന് പകരം സർക്കാർ അത് സ്പോൺസറുടെ തലയിലിടുകയാണ്. സ്പോൺസർ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഡേറ്റ് കിട്ടിയാലല്ലേ പണം കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് സാധാരണ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. രണ്ടുപേരുടെയും പ്രതികരണം കാണുമ്പോഴും ബോഡി ലാംഗ്വേജ് കാണുമ്പോഴും. ഇന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടോ? വരും. അങ്ങനെയാണോ മെസ്സി വരും എന്നൊരു മന്ത്രി പറയാം? വരും. അപ്പോൾ ഇത് നാട്ടുകാരെ പറ്റിക്കലാണ്, കുറഞ്ഞ പക്ഷം മെസ്സി ആരാധകരെ പറ്റിക്കലാണെന്നേ പറയാനുള്ളൂ.